ഓപ്പറേഷൻ സിന്ദൂർ ഉയർത്തി ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. പ്രതിപക്ഷാംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം പ്രതിപക്ഷ ആവശ്യം പരിഗണിക്കാമെന്ന് സ്പീക്കർ പറഞ്ഞു. ലോക്സഭ ഉച്ചയ്ക്ക് 12 മണി വരെ നിർത്തിവെച്ചു. नारेबाजी करने के लिए आप सदन के बाहर जाओ. सदन में नारेबाजी करना उचित नहीं है. ധനസുമോദ് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ധനസുമോദ്, ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം വരുത്തുന്ന പ്രശ്നം അതിൽ മൂന്നാം കക്ഷി ഇടപെട്ടു എന്നുള്ളതാണോ? ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും സഭയ്ക്ക് മുമ്പാകെ സംസാരിക്കണം, അതിന് പ്രധാനമന്ത്രി തയ്യാറാകണം എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. കാര്യം നിരന്തരമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പോരാട്ടം, ഈ സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടത് താനാണെന്ന് പറഞ്ഞു. മാത്രമല്ല, ഈ സംഘർഷത്തിനിടയിൽ 5 ജെറ്റ് വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുള്ള വെളിപ്പെടുത്തൽ വരെ US പ്രസിഡന്റ് നടത്തിയിരുന്നു. പക്ഷേ ഇതിനോടൊന്നും പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ രാജ്യരക്ഷാമന്ത്രിയോ പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിൽ വളരെ സുതാര്യമായിട്ട് തന്നെ ഇക്കാര്യങ്ങൾ ഇടപെടേണ്ടതുണ്ട്. സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തപ്പോൾ പോലും ഇക്കാര്യങ്ങളൊന്നും പറയാനായിട്ട് രാജ്യരക്ഷാമന്ത്രി തയ്യാറായില്ല. അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിലെത്തി എന്താണ് ഓപ്പറേഷൻ സിന്ദൂറിൽ സംഭവിച്ചത്, എങ്ങനെയാണ് ഈ സംഘർഷം ഒഴിവായത് തുടങ്ങിയ കാര്യങ്ങൾ വിശദമാക്കണം എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. അതേസമയം ഇതൊരു വിജയ ഉത്സവമായി ഈ മഴക്കാല സമ്മേളനം കൊണ്ടാടണം എന്ന് ആവശ്യപ്പെട്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാർത്താ സമ്മേളനം നടത്തിയത്. അദ്ദേഹം സഭയിലേക്ക് കയറുന്നതിന് മുമ്പ് പാർലമെന്റ് അങ്കണത്തിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചത് 22 മിനിറ്റ് കൊണ്ട് തന്നെ തീവ്രവാദ കേന്ദ്രങ്ങളെല്ലാം, പാകിസ്ഥാനിലെ കേന്ദ്രങ്ങളെല്ലാം തകർക്കാൻ സേനയ്ക്ക് കഴിഞ്ഞു എന്നുള്ള അവകാശവാദം തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചത്. മാത്രമല്ല, പാകിസ്ഥാനെ തുറന്നു കാട്ടുന്നതിന് ഒരു തീവ്രവാദത്തിനുള്ള ഒരു കേന്ദ്രമാണ് പാകിസ്ഥാൻ, തീവ്രവാദം സ്പോൺസർ ചെയ്യുകയാണ് എന്നുള്ളൊരു കാര്യം ലോകത്തിന് മുമ്പിൽ തുറന്നു കാട്ടുന്നതിന് എംപിമാരുടെ സംഘത്തിന് കഴിഞ്ഞു എന്ന് ചൂണ്ടിക്കാട്ടി എംപിമാരെ അഭിനന്ദിക്കാൻ കൂടി അദ്ദേഹം തയ്യാറായിരുന്നു. പക്ഷേ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ സാധാരണ നടപടികളിലേക്ക് തന്നെ ഒരു സഹമന്ത്രി, സ്പോർട്സ് സഹമന്ത്രിയാണ് ഈ സഭാ നടപടികൾ ലോക്സഭയിൽ ആദ്യം ആരംഭിച്ചത്. അത് ശരിയല്ല, മറിച്ച് ഓപ്പറേഷൻ സിന്ദൂർ പ്രധാനമായി ഉന്നയിച്ചുകൊണ്ട് ഇതിൽ കൃത്യമായി തന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം പ്രധാനമന്ത്രി തന്നെ സഭയിൽ സംസാരിക്കണം എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ കൂട്ടത്തിലുള്ള ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് അവർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചത്. ഇത് 12 മണിയോടെ പരിഗണിക്കാം എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ ഈ ബഹളത്തിനിടയിൽ സഭ ആദ്യ മിനിറ്റുകൾ തന്നെ പിരിഞ്ഞിരിക്കുന്നത്. ശരി, ആദ്യ മിനിറ്റുകൾ തന്നെ സഭ പിരിഞ്ഞിരിക്കുന്നു പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന്.